നമ്മൾ ബിസിനസ്സുകാർ ബിസിനസ്സിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം. ഞാൻ വർഗീസ് സർഗൻ. ഇന്നത്തെ പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, മാനുഫാക്ചറിങ് കമ്പനി ആയിക്കൊള്ളട്ടെ, സർവീസ് സെക്ടർ ആയിക്കൊള്ളട്ടെ, കൺസ്യൂമർ സെക്ടർ ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ കട നടത്തുന്നവരാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പകരം നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം വരണമെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രോഡക്റ്റ് അഥവാ സർവീസ് അത് ആവശ്യക്കാരൻ്റെ കയ്യിലെത്തുകയും അവൻ അതിന് പ്രതിവിധിയായി നമ്മളിലേക്ക് അവൻ്റെ പണത്തെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അവൻ നമ്മളിലേക്ക് അവൻ്റെ പണത്തെ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള വാല്യൂ അവന് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ട്രാൻസ്ഫർ പ്രോസസ്സാണ്. നിങ്ങളുടെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ മുടക്കുന്ന പണത്തിന് ഈക്വലായോ അതിലധികമായോ വാല്യൂ അവന് കിട്ടുന്നു എങ്കിൽ ആ പ്രോഡക്റ്റ് അഥവാ ആ സർവീസ് ലോങ് റണ്ണിൽ നടക്കണം. ഈ വാല്യൂ അവർക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നിങ്ങളൊരു അച്ഛനാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അഹോരാത്രം കഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങൾ കഷ്ടപ്പെട്ട് കിട്ടുന്ന വാല്യൂ അത് നിങ്ങളുടെ കുടുംബം തിരിച്ചറിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മക്കൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഭാര്യ തിരിച്ചറിയുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യുവാൻ അവരെ പഠിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മാർക്കറ്റിങ്ങിൽ ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രോഡക്റ്റ് വഴി, നിങ്ങളുടെ സർവീസ് വഴി അവർക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ തിരിച്ച് അവർ നിങ്ങളെ അപ്രീസിയേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് വാല്യൂ കാണുന്നില്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? അതുകൊണ്ട് ആദ്യം നിങ്ങൾ സെൽഫായി നിങ്ങളുടെ പ്രോഡക്റ്റിന് നിങ്ങളിൽ വാല്യൂ കൽപ്പിക്കുക എന്നുള്ളതാണ്. ആ വാല്യൂ കൽപ്പിക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പെർഫോമൻസും നിങ്ങളുടെ എഫിഷ്യൻസിയും 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 80-20 റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. 1% റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വാല്യൂ, അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ വഴി കിട്ടിയിരിക്കുന്ന വാല്യൂ അതിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും അതിനെ തിരിച്ച് അപ്രീസിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കം ബിസിനസ്സുകാർ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ 99% ബിസിനസ്സുകാരും അത് യഥാർത്ഥത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എങ്ങനെ നമുക്ക് അവരെയും കൊണ്ട് പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കാൻ പറ്റും? ഇവിടെയാണ് ടെസ്റ്റിമോണിയലിൻ്റെയും ഫീഡ്ബാക്കിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഞാൻ ആപ്പിളിൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ആപ്പിളിൻ്റെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് 1.5 ലക്ഷം രൂപയായി. ഈ 1.5 ലക്ഷം രൂപ ഞാൻ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ആ ആപ്പിളിൻ്റെ ലാപ്ടോപ്പ് വഴി ഞാൻ എൻ്റെ വർക്ക് ചെയ്യുകയും അതുവഴി എനിക്ക് 50 lakhs ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടെ എനിക്ക് കൃത്യമായ ഒരു വാല്യൂ കിട്ടി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അത് ഏത് കമ്പനിയുടെ ആയിക്കൊള്ളട്ടെ, ആ പ്രോഡക്റ്റ് വഴി നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചവരെ അപ്രീസിയേറ്റ് ചെയ്യണം. ഒരു ചെറിയ കമൻറ്റ്, ഒരു ചെറിയ ലൈക്ക്, ഒരു ചെറിയ ഷെയർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിലേക്ക് നിങ്ങളുടെ കസ്റ്റമറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണമെന്നുള്ളതാണ്. ഇതൊരു വലിയ സ്കില്ലാണ്. നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കണ്ടു വളർന്നത് നമ്മളെ അപ്രീസിയേറ്റ് ചെയ്യുന്ന ഒരു ലോകമല്ല. ഉദാഹരണത്തിന് നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നുവെങ്കിൽ നല്ലപോലെ പഠിക്കുമെന്ന് നിങ്ങളുടെ പേരൻസ് പറയില്ല, നിങ്ങളുടെ അധ്യാപകർ പറയില്ല. കാരണം നിങ്ങൾ വഷളനായി പോയാലോ? നിങ്ങൾ നല്ലതുപോലെ ജോലി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളോട് പറയാറില്ല നിങ്ങൾ നല്ലതുപോലെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നിങ്ങളൊരു എംപ്ലോയർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു. പക്ഷേ സ്റ്റാഫ് ഒരിക്കലും പറയുകയില്ല നിങ്ങളൊരു നല്ല മുതലാളിയാണ്, നിങ്ങളൊരു നല്ല ഓണറാണ് എന്ന്. ഇവിടെ എല്ലാം അപ്രീസിയേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് വഴി ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു മെസ്സേജ് വഴി ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു മെസ്സേജ്, ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികച്ച് നിങ്ങൾ എങ്ങനെ അത് അപ്രീസിയേറ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായും ഈ മെസ്സേജ് നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. ഇതിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യാം. ഇത് ലൈക്ക് ചെയ്യുകയും
സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാൻ പഠിക്കുകയും നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്രീസിയേറ്റ് ചെയ്യണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ അഹോരാത്രം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കുടുംബം ആ കഷ്ടപ്പാട് തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആ വാല്യൂ തിരിച്ചറിയുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ടത്? അപ്പം അതുകൊണ്ട് തീർച്ചയായും ഈ വാല്യൂ ട്രാൻസ്ഫർ നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക. 2, ആ വാല്യൂ ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയത് തീർച്ചയായും മറ്റുള്ളവരെയും കൊണ്ട്, ആ വാല്യൂ കിട്ടിയവരെയും കൊണ്ട് അപ്രീസിയേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിൽ യൂസഫ് അലി സാർ മനോഹരമായി ഇത് ചെയ്യുന്നുവെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൊച്ചൗസേബ് ചിറ്റലപ്പള്ളി സാറ് ഒരു പരിധിവരെ ഇത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയെ മറ്റുള്ളവർ അപ്രീസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ ആ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഏതുമായിക്കൊള്ളട്ടെ, ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, അത് തീർച്ചയായും അതൊരു വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തുക. ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വാല്യൂ കിട്ടിയവരിൽ നിന്ന് തിരിച്ചൊരു അപ്രീസിയേഷൻ വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഒരു വാല്യൂ തന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണോ ഇത് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്